ഇതിനെ നിങ്ങൾ തിന്നും, ഇതിനെ ഞാൻ തിന്നും. ഇത് നിങ്ങളെ വയറ്റിക്കുള്ളതാണ്, ഇത് എന്റെ വയറ്റിക്കുള്ളതാണ്. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നും അടിപൊളി യുദ്ധങ്ങളുമായിട്ടും ചലഞ്ചിങ് വീഡിയോ ആയിട്ടും ഗൈസ് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് എന്താണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടു നോക്കുമ്പോൾ തന്നെ മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ ബർഗർ ഈറ്റിംഗ് ചലഞ്ച് ആണ് ഇന്ന്. എന്താണ് അവസ്ഥ എന്നൊന്നും അറിയാൻ പറ്റൂല. കാരണം കവി ഒന്നും ഉണ്ടാക്കിയ ബർഗർ ആണ് ഗൈസ്. ഇന്ന് തിന്നോണ്ട് ബാത്റൂമിൽ ഇരിക്കുമോ അതെ നമ്മൾ ഇവിടെ നിന്ന് കണ്ടം വഴി ഓടോ എന്നൊക്കെ ഇനി നമ്മൾ കണ്ടറിഞ്ഞ് കാണാം ഗൈസ്. അപ്പൊ ഇനി അടിപൊളി വീഡിയോയ്ക്കൊക്കെ നിങ്ങൾ തയ്യാറായി ഇരിക്കുക ഗൈസ്. അപ്പൊ നമ്മൾ പോയാലോ? Yeah, yes, I'm ready. Let's go. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ ചലഞ്ചിങ് വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാദ്യം ബർഗർ കഴിച്ച് തീരുന്നുവോ അവരായിരിക്കും വിന്നർ. അപ്പോ ഇതിനകത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മിക്സഡ് ചീസ് ബർഗർ ആണ്. അതായത് ഡബിൾ ലെയർ പാറ്റീസും അതുപോലെ തന്നെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ബർഗറാണ്. നമ്മൾ ഹോംലി ആയിട്ടുള്ള ബർഗറാണ്. അപ്പോൾ ഇതിനകത്തുള്ള ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബർഗറിന് ഏകദേശം കോസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബർഗറിനും കൂടെ ആയിട്ട് 500 റുപ്പീസ് ആണ് നമുക്കൊരു അപ്രോക്സിമേറ്റ് റേറ്റ് വരുന്നത്. നമ്മൾ പുറത്ത് പോയി കഴിക്കുകയാണെങ്കിൽ ഒരു ബർഗറിന് 250 രൂപ എന്നുള്ള രീതിക്ക്. അപ്പോൾ ഇതിനകത്ത് പരാജയപ്പെടുന്നവർക്കുള്ള പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പരാജയപ്പെടുന്നവർ വിജയിക്കുന്ന ആൾക്ക് ഈ 500 രൂപയല്ലേ അതിന്റെ ഡബിൾ എമൗണ്ട് 1000 രൂപ സെൻഡ് ചെയ്യും. അതെന്തൊരു പരിപാടിയാ. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അത് തന്നെയാണ് പരിപാടി. 500 പോരാ, 1000 ഡബിൾ എമൗണ്ട് വേണം. പിന്നെ ചില്ലറ ശിഷ്ട കാര്യമോ? എളുപ്പത്തിൽ തീർക്കണം. ആരാദ്യം കഴിച്ചു തീരുമ്പോ അവരായിരിക്കും വിന്നർ. ടൈം വെച്ചിട്ടില്ല, അപ്പൊ പിന്നെ അതിന്റേതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് വേണ്ടേ ഗൈസ്. അപ്പൊ എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? ഞാൻ റെഡി. അപ്പൊ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കഴിക്കുന്നത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. പിന്നെ കെച്ചപ്പ് വേണ്ടവർക്ക് യൂസ് ചെയ്യാനായിട്ട് വെള്ളമില്ല, കെച്ചപ്പ് തന്നിട്ടുണ്ട്. വെള്ളമായിട്ട് യൂസ് ചെയ്യാനാ? എന്തായാലും ഞാൻ ആദ്യമേ വെള്ളമായിട്ട് യൂസ് ചെയ്യാനുള്ളത് കൂടെ തുറന്നു വെക്കും. വേണ്ടേ? ഞാൻ എൻ്റെ ബർഗറിന്റെ ഇതിനകത്ത് ഇതേ ഹലപ്പിനോസ് ഉണ്ട്, പിന്നെ കുക്കുംബർ ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, ഓണിയൻ ഉണ്ട്, വെജ് പാറ്റി ഉണ്ട്, അതുപോലെ തന്നെ ചിക്കൻ പാറ്റി ഉണ്ട്, 2 ചീസ് ഉണ്ട്. അപ്പോൾ മിക്സഡ് ചീസ് ബർഗർ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പൊ എങ്ങനെയാണ്? നിങ്ങളൊരു കെച്ചപ്പ് ഓപ്പൺ ചെയ്തെങ്കിൽ ഞാനൊരു കെച്ചപ്പ് ഓപ്പൺ ചെയ്യണം. ഉണ്ട് 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 ഉണ്ട്. നിങ്ങളെ ഭയങ്കരമായിട്ടുള്ള കളികളാണ്, കൊടുക്കാൻ പാടില്ല. അപ്പൊ റെഡി അല്ലേ ഗൈസ്? സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? ഇത് എടുക്കാൻ തന്നെ ഒരാള് വേണം. खाना പോലെ വലിയ പാടാണ്. ടെസ്റ്റ് ചെയ്ത് പോകണം, പക്ഷെ പാടാണ്. എന്റെ ആയം പോകുന്നാന്ന് തോന്നുന്നു. പഴച്ച തമ്പുരാനെ പഠിച്ച് ചില പണ്ട് ബർഗറത്തേക്ക് വലിച്ചിട്ട് പോയിട്ടുണ്ടെന്നാ തോന്നുന്നു.
1000 പോയി guys, 1000 പോയി. പോൾ തന്നെ വിജയിച്ച്. എന്റെ 1000 രൂപ പോയി guys, പോയി. പോൾ തന്നെ വിജയിച്ചു. ഞാൻ എന്റെ 1000 രൂപ പോയി. അപ്പൊ ഗായ്സ് ഇന്നത്തെ വിജയി നമ്മളെ നാജു താത്തയാണ്. ഞാൻ അപ്പൊ നമുക്ക് പണി എന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ ഇരിക്കുന്ന 1000 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണം. അതാണ് ഇന്നത്തെ അടുത്ത വ്യവസ്ഥ. ബർഗർ എങ്ങനെ ഉണ്ടായിരുന്നു? ബർഗർ കൊള്ളാം. തോറ്റോണ്ടൊരു വിഷമം. അങ്ങനെ 1000 രൂപ നമുക്ക് പോയില്ല, 500 രൂപ ആവുള്ളൂ. അതിപ്പോ പുറത്ത് പോയി കഴിഞ്ഞാൽ 500 രൂപ അല്ലേ ആവുള്ളൂ. പുറത്ത് പോയി കിട്ടുന്ന ബർഗർ വേറെ, വീട്ടിലുണ്ടാക്കി കഴിക്കണ ഹോംലി ബർഗർ വേറെ. ഡബിള് പൈസ അല്ലേ കൊടുക്കണം. ഒരു ബർഗർ 500 രൂപ. എന്റെ റബ്ബേ, KFC പോലും ഇല്ല ഇങ്ങനെ. അതൊന്നും ഇല്ല ഇവിടെ. എന്റെ നജിത ബർഗറിന് ഡിമാൻഡ് കൂടുതലാണ്. ഇന്ന് വൈകിട്ട് വരെ ഫുഡ് വേണ്ട. ഇനി ഹെവിയാണോ? ഹെവിയാണ്. അത് തിന്ന് തീർക്കാൻ പോലും പറ്റുന്നില്ല. അതെന്ത് ദാമോ അങ്ങനെ? അത് കുറെ വെജും കാര്യങ്ങളും വേണം. അതിനകത്ത് എന്തൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ബണ്ണ്, ഒരു 3-4 കഷ്ണം ഹാലപ്പിനോസ്, ഒരു 3 സ്ലൈസ് ടൊമാറ്റോ, 3 സ്ലൈസ് കുക്കുംബർ, ഒരു 3-4 സ്ലൈസ് റൗണ്ടിന് കട്ട് ചെയ്തിട്ടുള്ള ഒണിയന്, അതിനകത്ത് കുറച്ച് 1000 ഐസ്ലാൻഡ്, ഞാൻ ഹോംലി ഉണ്ടാക്കിയിട്ടുള്ള 1000 ഐസ്ലാൻഡാണ്. പിന്നെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെയർ ചീസ് സ്ലൈസ് വെച്ചു, അതിന് താഴെയായിട്ട് ഒരു പാറ്റി വെച്ചു, ചിക്കൻ പാറ്റി, അതിന് താഴെ 20 ഗ്രാമിൻ്റെ ചീസ് സ്ലൈസ് ആണ്. പിന്നെ അതിന് താഴെ അങ്ങനെ ലെയറായിട്ട്. പിന്നെ ഏറ്റവും അടിയിലുള്ള ലെയറിൽ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെറ്റ്യൂസ് ആണ് വന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ കയ്യിൽ ഇപ്പം ചൈനീസ് ലെറ്റ്യൂസ് ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ ലെറ്റ്യൂസ് ഇല്ലേ, അതായാലും കുഴപ്പമില്ല. അപ്പം അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കൊരു ഹെവി മീൽ കഴിച്ച ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു ബർഗർ കഴിച്ചാൽ ഉണ്ടായിരിക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ ഞാൻ അപ്പോഴും ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ, കുഴപ്പമില്ല, സമയമുണ്ട്. ഞാൻ നിങ്ങളെ കാത്തിരിക്കും. ഇങ്ങനെ ഡെയിലി പൈസയുടെ ഓരോ ചലഞ്ച് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. അടുത്തതിന് പൈസ മാറ്റി പിടിക്കണം. ഇപ്രാവശ്യം ഞാൻ പൈസ ഞാനിങ്ങനെയല്ല എന്നും പറയണ പോലെ തന്നെ ഇപ്രാവശ്യം പരാജയപ്പെടുന്നവർക്ക് എന്ത് പണി വരും എന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞ വ്യക്തി ഇദ്ദേഹമാണ്. പൈസ ചലഞ്ച് വെച്ചാൽ മതി. അതാണ് എന്നും ഞാൻ വെക്കുന്ന ഐഡിയാസിന് എനിക്ക് ഇന്ന് നിങ്ങൾ തന്നെ അതിനൊരു ഐഡിയ കണ്ടുപിടിക്കണോ പടച്ചോനെ. അപ്പൊ മനസ്സിലുള്ള ഇതാണ്, ഞാൻ നല്ല കുട്ടിയല്ലേ? നീ നല്ല കുട്ടിയല്ല. ഇതെന്താണ് ബർഗർ നിങ്ങൾ തിന്നാണോ ബർഗറിനെ നിങ്ങൾ തിന്നാണോ? അതോ മടുത്ത്. ആഹാ, അങ്ങോട്ട് ചെല്ലട്ട് കഴിക്കും. ഇത് കഴിഞ്ഞ് ഞാൻ ലൈറ്റ് ജ്യൂസ് ഉണ്ടാക്കി തരാം. 1000 രൂപ സെൻഡ് ചെയ്ത് കാണുമ്പോൾ വിചാരിക്കുന്ന കണക്കല്ല, ഇത് പാടാണ്, വളരെ പാടാണ്. ഇതിന്റെ ട്രിപ്പിൾ ചീസ് എന്നും പറഞ്ഞോണ്ട് റബ്ബേ, അതൊരു 450-500 ഗ്രാം ഉണ്ട്. അത് ഇതിന്റെ തന്നെ ഒരു ട്രിപ്പിൾ ചീസും ഞാൻ ഉണ്ടാക്കാറുണ്ട്. 3 പാറ്റി. നമ്മള് ഫസ്റ്റ് അതാണ് ചിന്തിച്ചത്, പക്ഷെ ഞാൻ തന്നെ പറഞ്ഞു അത് വേണ്ട, അവളെ കൊണ്ട് പറ്റൂല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വീട്ടില് കുട്ടികൾക്കും കാര്യങ്ങൾക്കൊക്കെ ആയാലും നമ്മള് ഹോംലി ആയിട്ട് ഉണ്ടാക്കി കഴിക്കുന്നത് തന്നെയാണ്. ഇതെല്ലാ സാധനങ്ങളും നമുക്ക് മേടിക്കാൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഹോംലി ആയിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത്രയും ഫ്രഷോട് കൂടിയിട്ട് അത്രയും ഇതിൽ നമുക്ക് കഴിക്കാം. അതുകൊണ്ടാണ് ഞാൻ ട്രിപ്പിൾ ചീസും ഇതിൻ്റെ ഉണ്ടാക്കാറുണ്ട്. അത് 3 ചീസും 3 പാറ്റിയും വരും. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി വൈൻഡപ്പ് പറയാനായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരാം. അത് മാത്രമല്ല ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണം. എൻ്റെ ഫോണിലാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്, അപ്പം ഗൂഗിൾ പേ ഞാൻ ചെയ്ത് തരാം. ഓക്കെ,
നിങ്ങൾ വാക്ക് പറഞ്ഞാൽ അത് വാക്കാണെന്ന് എനിക്കറിയാം. അല്ല, നമ്മളൊരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും, കാരണം വാക്ക് തെറ്റിക്കാറില്ല. 1000 രൂപ കഴിഞ്ഞ പ്രാവശ്യം 500 രൂപ ഞാൻ കൊടുക്കൂന്ന് പറഞ്ഞോണ്ട് വീഡിയോ എടുത്തോണ്ടാണ് 500 രൂപ. അതെനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് കിട്ടിയായിരുന്നു. ഇല്ലെങ്കിൽ പറയുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം അത് 500 മാറി 1000 ആണ്. അതാണ് നമ്മൾ 500 പോയാലത് നമ്മൾ 1000 തിരിച്ചു പിടിക്കുമെന്ന് പറയണ പോലെയാണ് ഇപ്പൊ കാര്യങ്ങള്. പക്ഷെ 500 പോയി 1000 പോയി 1500 പോയി. ഇത് അടുത്തേത് ഞാൻ ഈ പൈസ വെച്ചുള്ള കളി ഇല്ല. അപ്പൊ അങ്ങനെ ഞങ്ങളിത് വൈൻഡപ്പ് പറയാനായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരാം. സോ അവിടെ കാണാം. അപ്പൊ അങ്ങനെ ബർഗറൊക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരു പരുവമായി. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഹൈ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് വിടുക. ഇനിയും അടിപൊളി ഗംഭീര ചലഞ്ച് വീഡിയോ ആയിട്ട് ഇനി കാണുമ്പോഴേക്കും This is Foodie Couples signing off.